വാർഡ് കൗൺസിലർ ശ്രീ വിജു നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ വിജു, ഈ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നേരത്തെ നൽകിയിരുന്നുവെന്നും എന്നാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുന്നതല്ലാതെ അത് ഫലപ്രദമായില്ല എന്നുമാണ് എനിക്കൊന്ന് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ഹരീഷ് അല്പം മുൻപ് പറഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അത് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നോടത് പറഞ്ഞിട്ടുണ്ടായില്ല. അവർ നഗരസഭ അധികൃതമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളതിനെ കുറിച്ച് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അതിന് മറുപടി പറയേണ്ടത്. ഇവിടെ സംഭവിച്ചത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് ഈ റിപ്പോർട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ മെഡിക്കൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ആശാ വർക്കേഴ്സ്, നഗരസഭ ആരോഗ്യ വിഭാഗം എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു സീരിയസ് ഉള്ള വിഷയമാണ്, ഇന്ന് അടിയന്തര നടപടി സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു 15ഓളം ടവറുകളാണ് DLF-ൽ ഉള്ളത്. അതിൽ ഒരു ടവറിന് മാത്രമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഏതാണ്ട് 5000-ഓളം അടുത്ത് വരുന്ന ജനങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ വേണ്ടത് ഇവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. നാളുകളിലും ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇവിടെ വേണ്ട രീതിയിൽ കൊടുക്കുക എന്നതാണ് ഇതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ള അല്ല ഘടകം. വിജു, അവിടെ ഒരു 3 സ്രോതസ്സുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുള്ള ഈ സ്ഥലത്താണോ ഇത് സംഭവിച്ചിരിക്കുന്നത്? ആ ടവറിലാണോ? ഇതെല്ലാം മിക്സഡ് ആണെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അത് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ അവിടെ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. അത് എങ്ങനെയൊക്കെയാണ് അതിനകത്തേക്ക് വരുന്നത്. ഇവർ പറയുന്നത് 3 വെള്ളവും ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. ടാങ്കർ ലോറിയുടെയും ഇവിടുത്തെ കിണറിന്റെയും ഒപ്പം വാട്ടർ അതോറിറ്റിയുടെയും. അങ്ങനെയാണെങ്കിൽ ശ്രീ വിജു, താങ്കൾ പറയുന്നത് മിനിഞ്ഞാന്ന് താങ്കൾക്ക് ആ റിപ്പോർട്ട് കിട്ടിയെന്നതാണ്, പിന്നീട് നടപടികൾ സ്വീകരിച്ചു എന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണെങ്കിൽ മെനിഞ്ഞാന്ന് റിപ്പോർട്ട് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 20 പേരുകളോളം ഇങ്ങനെ ഛർദിലും വയറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ നഗരസഭ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ബന്ധപ്പെട്ടവരുമായിട്ട് അറിയിക്കുവാനും അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഞാൻ ശുപാർശ ചെയ്തിരുന്നു. ആ സമയം ഞാൻ ശബരിമലയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ ബിജു, ആദ്യം ചെയ്യേണ്ടത് ആ ഫ്ളാറ്റിലുള്ള ആളുകളോട് വെള്ളം ഉപയോഗിക്കരുത് എന്ന ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുകയായിരുന്നില്ലേ? അതാരും ചെയ്തില്ലേ? 20 പേരെന്നുള്ളത് ഇപ്പൊ 500-ലധികം പേരായി. 300-400 ഇടക്ക് ആയെന്നുള്ളതാണ് ഇപ്പോഴത്തെ എനിക്ക് കിട്ടിയ ഒരു അറിവ്. അത് തീർച്ചയായിട്ടും അങ്ങനെ അത് ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം കൊടുക്കേണ്ടതായിരുന്നു. അത് ആരാണ് ആ നിർദ്ദേശം കൊടുക്കേണ്ടത് ശ്രീ വിജു? കൊടുക്കേണ്ടത് അത് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെയാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഉള്ളവര് തന്നെ. അങ്ങനെയാണെങ്കിൽ ശ്രീ വിജു, താങ്കൾ കൃത്യമായിട്ടൊരു നടപടി എടുത്തു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഇതിലെ പിന്നെ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിനെ താങ്കൾ അറിയിച്ചിരുന്നു അല്ലേ? അറിയിച്ചിരുന്നു. അപ്പൊ അവരൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ കെയർ ചെയ്തുകൊണ്ട് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കണമെന്ന് ഞാൻ നഗരസഭയിൽ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അറിയിച്ചത്? രേഖാമൂലം അറിയിച്ചോ, ടെലിഫോണിൽ അറിയിച്ചോ? രേഖാമൂലമല്ല, ഞാൻ ശബരിമലയിലായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. രേഖാമൂലം അറിയിക്കാനുള്ള ഒരു അത് അവിടെ ഇല്ലല്ലോ. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ നീക്കിയത്. ശരി. പക്ഷേ അപ്പോൾ ബിജുവിന് ഇപ്പോഴുള്ള പരാതി, താങ്കൾ ശബരിമലയിൽ നിന്ന് ഈ വിവരം ആരോഗ്യ വിഭാഗത്തെ, അതായത് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചിട്ടും അവർ വേണ്ട നടപടികൾ എടുത്തിട്ടില്ല എന്നാണ്. അല്ല, ആരോഗ്യ വിഭാഗം അവിടെ എത്തി. അപ്പോൾ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥലത്ത് എത്തി. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നോട് ഫോണിലൂടെ ബന്ധപ്പെട്ടു. ഒപ്പം അസോസിയേഷൻ പ്രസിഡന്റും പറഞ്ഞു, ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടു, ആശാ വർക്കേഴ്സ് ബന്ധപ്പെട്ടു. അങ്ങനെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലെ 30 പേർക്ക് ഇതുപോലെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും താങ്കൾ അത് ഗുരുതരമായ സ്ഥിതി ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്ത ശേഷം ആദ്യം ചെയ്യേണ്ട നടപടി വെള്ളം ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുകയല്ലേ? ആരോഗ്യ വിഭാഗം അത് ചെയ്തില്ലല്ലോ. അതല്ലേ യഥാർത്ഥത്തിൽ അവരല്ലേ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത്? അത് ചെയ്തോ ഇല്ലെന്നുള്ളത് ഉദ്യോഗസ്ഥരോടൊന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനപ്പോ അത് അവിടെ എങ്ങനെയാണെന്നുള്ളത് എനിക്കത് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ 500 പേർക്ക് രോഗബാധ ഉണ്ടാവുന്ന സാഹചര്യം വരില്ലല്ലോ. അല്ല, നിലവിൽ അവരെല്ലാവരും സ്റ്റോർ ചെയ്തേക്കുന്ന വെള്ളത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാമല്ലോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കുന്നത്. ചിലപ്പോൾ ആ രീതിയിൽ അത്തരം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ മുൻകൂട്ടി കണക്ക് കൂട്ടിയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല. ശരി വിജു, അപ്പോൾ ഇതിപ്പോൾ ഈ ഈക്കോളി ബാക്ടീരിയ അടങ്ങിയ വെള്ളം കുടിച്ചതാണ് ഏതാണ്ട് 400-500ഓളം പേർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായതെങ്കിൽ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും നഗരസഭയ്ക്ക് അത് ഉണ്ട്. അതിനോട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത് കിണറിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ കടമ്പറകളിലേക്ക് പോകുന്ന കൈത്തോട് ഇതിനോട് ചേർന്ന് തന്നെയാണ്. അത് മലിനമാക്കപ്പെട്ടിട്ട് ഉണ്ടോ എന്നുള്ളത് ഇനി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ
കിണറുകളായിട്ട് വല്ല ലിങ്കിങ് വന്നിട്ടുണ്ടോ എന്നുള്ളതും ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ട അപ്പോൾ ശ്രീ ബിജു, ഇത്രയധികം ആളുകൾ താമസിക്കുന്ന കൊച്ചി പോലെ ഏത് നിമിഷവും മലിനമാക്കപ്പെടാവുന്ന അല്ലെങ്കിൽ മലിനമായിക്കൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളുള്ള നമ്മുടെ നാട്ടിൽ ഈ ടെസ്റ്റിംഗ് എന്നത്, അതായത് വെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധന എന്നത് നഗരസഭ നടത്തുന്നുണ്ടോ? നഗരസഭ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ചോദിച്ചാലാണ്. അത് ഒരു കൗൺസിൽ എന്ന രീതിയിൽ നമ്മൾക്ക് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ വാർഡിൽ തന്നെ ഒത്തിരി ഫ്ലാറ്റുകളും അതുപോലെ നിൽക്കുന്ന ഒരു വാർഡാണ് കാക്കനാട് വാർഡ്. അതെല്ലാം ബന്ധപ്പെട്ടവര് നടത്തുന്നുണ്ടോന്ന് അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാര്യം അത് ഉണ്ടാകാതിരിക്കില്ല. കാരണം ഇത്ര ആളുകൾ ഉപയോഗിക്കുന്നത് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ട് എന്നാണ് എന്നോട് അദ്ദേഹം അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ കിണറുകളെല്ലാം ക്ലോറിനേഷൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രമം ഉണ്ടെന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരു റെഗുലർ ഇന്റർവെല്ലിൽ ചെയ്യണ്ടേ ബിജു? ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ, ആളുകളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണല്ലോ. തീർച്ചയായിട്ടും അതെല്ലാം വേണം. ഇത്ര ആളുകൾ താമസിക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വേണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ലാത്തതാണ്. ഇത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചക്കും വരാൻ പാടില്ല. ഒപ്പം ഇവിടെ എങ്ങനെയാണ് ഇത് ഈ കോളേജിൽ ഇങ്ങനെ പടർന്നു വന്നതിനെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു പരിശോധനയും അന്വേഷണവും വേണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ വിജു. ഏതാനും താങ്കൾ പ്രതികരിക്കാൻ എത്തിയതിന്. വാർഡ് കൗൺസിലർ ശ്രീ വിജു ആണ് നമ്മളോട് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.